കടയിൽ ദോശ ഉണ്ടാക്കി കൊടുത്ത സമയത്തേ ഒരാൾ ദോശ കഴിക്കണം കണ്ടുകൊണ്ടായിരിക്കും വേറെ ആരുടെങ്കിലും മന അപ്പം ചേച്ചി ദോശ പിന്നെ അടപടൽ എല്ലാവരും ദോശയായിരിക്കുള്ളൂ. കാരണം ദോശക്ക് നല്ല ടേസ്റ്റായിരുന്നേ. പുളിയും അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലും അങ്ങോട്ട് ഒഴിച്ചും കൊടുക്കണം. അപ്പം 3 ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ 30 രൂപ ആകുള്ളൂ. സാമ്പാർ ചട്നി ഫ്രീ ആണല്ലോ, കറിയൊന്നും മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ നോക്കുമ്പോഴേ പുട്ടും അപ്പം ഒക്കെ സമയം ബാക്കിയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇപ്പം ഈ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം വന്നപ്പോൾ ദോശയുടെ പരിപാടി അങ്ങോട്ട് നിർത്തിക്കളഞ്ഞ്. അതും പറഞ്ഞ് നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനൊരു 3 ഗ്ലാസ് പച്ചരി ഒരു പാത്രത്തിൽ 1.5 ഗ്ലാസ് ഉഴുന്ന് വേറൊരു പാത്രത്തിലും കഴുകി വൃത്തിയാക്കിയിട്ട് 2 മണിക്കൂർ അങ്ങോട്ട് കുതിർത്താനായിട്ട് വെച്ച് കൊടുത്ത്. ആദ്യം തന്നെ ഞാൻ ഉഴുന്നാണ് അരക്കാൻ പോണത്. ഉഴുന്നരക്കുമ്പോൾ നമ്മൾ കുതിർത്താനിട്ട് ആ വെള്ളമില്ലേ അത് തന്നെ ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുക്കണം. അപ്പോൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കില്ല, കുറച്ച് വെള്ളത്തിലാണ് കേട്ടോ ഉഴുന്ന് അരച്ചെടുക്കണത്. ഇതേപോലെ തന്നെയാണ് ഞങ്ങൾ കടയിലും അരച്ച് വെക്കണത് കേട്ടോ. ഇനി ആ ഒരു മിക്സഡ് ജാറിലേക്ക് പച്ചരിയും കൂടി ഇട്ട് കൊടുത്ത് അതോടൊപ്പം തന്നെ ഞാനൊരു 1/4 കപ്പ് അവലാണ് കേട്ടോ. നനച്ചൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് നനക്കാഞ്ഞത്. കടയിൽ ഞാൻ നമ്മുടെ ചോറ് ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുക്കണം, അവലിടാല. പിന്നെ ചോറില്ലാത്ത സമയത്തൊക്കെ അവലിട്ടിട്ടൊക്കെ അരച്ചെടുക്കും കേട്ടോ. നേരെ ഒരു തരി പോലെ വേണം കേട്ടോ നമ്മൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് അടിച്ചിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുത്ത്. ഇത് രാത്രിയായിട്ട് അടിച്ച് വെച്ചത്. നേരം വെളുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് നമ്മുടെ ദോശമാവ് പതഞ്ഞങ്ങോട്ട് പൊന്തിയിട്ടുണ്ട്. അപ്പം കടയിൽ ദോശ മാത്രമോ നിർത്തിയിട്ടുള്ള കേട്ടോ, ഇഡ്ഡലിയും സാമ്പാർ ചട്നി ഇപ്പോഴും കൊടുക്കണൊക്കെ ഉണ്ട്. നമ്മൾ ആവശ്യമുള്ള മാവ് മാത്രമാണ് ഞാനിപ്പോൾ ദോശയ്ക്ക് എടുക്കണത്. എന്നിട്ട് കുറച്ച് ലൂസാക്കി എടുക്കും, ദോശയ്ക്ക് ഇത്തിരി ലൂസ് വേണമല്ലോ. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കലക്കി യോജിപ്പിച്ച് വെക്കണുണ്ട്. ഇനി നമുക്കേ ഒരു ചട്നി തയ്യാറാക്കാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ചട്നിയാണ് കേട്ടോ. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഒരു പിഞ്ച് നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തണ്ടല്ല, വേപ്പില. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി എണ്ണയിലോട്ട് ഇത്രത്തോളം ചുമന്നുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 കഷ്ണം വെളുത്തുള്ളി, ഒരു കുഞ്ഞു പീസ് ഇഞ്ചി കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി ഇതേപോലെ ആക്കിയെടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ എണ്ണയിലോട്ട് തന്നെ 2 തക്കാളി കഷ്ണങ്ങളാക്കിയിട്ട് അതും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വശം മൊരിഞ്ഞതിന് ശേഷം ഈ തക്കാളി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ എണ്ണയിലോട്ട് നമ്മൾ ഇച്ചിരിക്കോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രത്തോളം വാളംപുളിയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട കേട്ടോ. അപ്പം നമ്മൾ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് ചമ്മന്തി ഉണ്ടാക്കണേന് ഒരു 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്ത് വെച്ചാലും ഉപയോഗിക്കാമെന്നാണ്, ചീത്താവുകയൊന്നുമില്ല കേട്ടോ. ഇനി ഒരു മിക്സഡ് ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചെടുക്കണം. എന്നിട്ട് അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ വറുത്ത് വെച്ചേക്കണം തേങ്ങയില്ലേ അതിട്ടിട്ട് നന്നായിട്ട് അരക്കരുത് കേട്ടോ. ഒരു തരി പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ചമ്മന്തി ഇങ്ങനെയും ഉപയോഗിക്കാം. പക്ഷേ നമ്മളുടെ ഈ ഒരു പുളി ഉപ്പൊക്കെ ബാലൻസ് ചെയ്യാൻ ഇച്ചിരിക്കോളം മധുരത്തിൻ്റെ ആവശ്യം തോന്നി. അപ്പോൾ ഞാൻ ശർക്കരപ്പാനി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് കടുകും വേപ്പിലയും കൂടി വറുത്ത് അത് ഇട്ട് കൊടുത്തിട്ടാണ്. ഇനി ഞാൻ ദോശ ചൂടാനായിട്ട് ചട്ടിയിലേക്ക് നമ്മുടെ മാവ് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് ഞാൻ ഇച്ചിരി നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തതും കൂടി അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. അപ്പോൾ ദോശയൊക്കെ ചുടുമ്പോൾ ചില സമയത്ത് 2-3 എണ്ണമൊക്കെ ചുട്ട് കഴിയുമ്പോഴില്ലേ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ദോശയുടെ ഷേപ്പ്, നമ്മൾ ദോശമാവ് ഒഴിക്കുമ്പോൾ ഷേപ്പൊക്കെ മാറും. അതില്ലാതിരിക്കാൻ കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്തിട്ട് അപ്പോൾ തന്നെ മാവ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ തന്നെ ദോശ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ തട്ട് ദോശ ഇവിടെ റെഡി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് അധികം പുളിയൊന്നും ഇല്ലാത്ത ദോശയാണ് കണ്ട. നല്ല ടേസ്റ്റാണ്. അതേപോലെ ഈ ചമ്മന്തി ഇല്ലേ എന്ത് ടേസ്റ്റാണെന്ന് അറിയുമല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. ഒരു തവണ ഉണ്ടാക്കി നോക്കിക്കോട്ടാ. ഇതേപോലത്തെ ചമ്മന്തിയും ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഇത് തന്നെ ആയിരിക്കുള്ളൂ. ഇഡ്ഡലിക്കായാലും ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീഡിയോ കണ്ടതിന് താങ്ക് യു.